മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ന്യായവിധിയെക്കുറിച്ച് ചിന്തിക്കുന്നതിനകത്ത് 3 പോയിന്റുകളാണ് പറഞ്ഞുകൊണ്ട് വന്നത്. ഭീമ കോടതിയിലെ വിശ്വാസികളെ ന്യായം വിധിക്കുന്ന 3 പോയിന്റ്: പാസ്റ്റ് ജഡ്ജ്മെൻറ്റ് ആസ് സിന്നർ, പ്രസൻറ്റ് ജഡ്ജ്മെൻറ്റ് ആസ് സൺ ആൻഡ് ഫ്യൂച്ചർ ജഡ്ജ്മെൻറ്റ് ആസ് സെർവൻറ്റ്. അതിൽ 2 പോയിന്റ് ഇതുവരെയും നമ്മൾ ബാലശിക്ഷയെക്കുറിച്ചും എല്ലാം ചിന്തിച്ചത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മകനായി ഇരിക്കുമ്പോഴുള്ള ശിക്ഷയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ബാലശിക്ഷയെക്കുറിച്ച് വീണ്ടും പറയുവാനായിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ എൻഡോടുകൂടി വീണ്ടും അതിന് ചില കാര്യങ്ങളൂടെ പറയണം എന്ന് വിചാരിക്കുന്നു. ഇപ്പോഴും നമ്മൾ 3ാമത്തെ പോയിന്റിലേക്കാണ്. ആസ് എ സെർവൻറ്റ്, ഫ്യൂച്ചർ ജഡ്ജ്മെൻറ്റ് ആസ് എ സെർവൻറ്റ്. ഈ സെർവൻറ്റ്, ശുശ്രൂഷകൻ എന്നൊക്കെ നമ്മൾ പറയുന്നത്, മിനിസ്റ്റർ എന്നൊക്കെ പറയുന്നത് ശരിക്കും ദൈവവേല ചെയ്യുന്നു എന്നൊരു ചിന്തയിലാണ് നമ്മളത് ചിത്രീകരിക്കുന്നതെങ്കിലും മകൻ എന്ന് പറയുന്നത് എന്നും ഈ മകൻ പോലെ അങ്ങനെ ഇരിക്കുക എന്നുള്ളതല്ല. വിശ്വാസത്തിൽ വേല ചെയ്യണം, ആവശ്യമാണത്. ആ റെസ്പോൺസിബിലിറ്റിയിൽ അത് ആവശ്യമാണ്. അല്ലെങ്കിൽ നമുക്കെന്താ ഒരു മകനെ പോലെ ഇരുന്ന് തന്നെ വളരാനായിട്ട് പറ്റുകയില്ല. അതുകൊണ്ട് നമ്മൾ ഒരു സെർവൻ്റായിട്ടും കൂടി നമ്മൾ തന്നെ വിലയിരുത്തേണ്ട ഏറ്റവും ആവശ്യമാണ്. 2 കൊരിന്ത്യർ 5:10 വാക്യത്തിൽ ഈ നേരത്തെ ആദ്യമേ തുടങ്ങിയ സമയത്ത് നമ്മൾ ചിന്തിച്ച വാക്യമാണ്. അത് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് എൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോവുകയാണ്. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതായാലും തീയതായാലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകും. ഇവിടെ നല്ലതായാലും തീയതായാലും എന്നുള്ള ഒരു ചിന്ത ഇവിടെ വരുന്നുണ്ട്. സൽപ്രവൃത്തികളെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് കൂടുതലും ഇതിനകത്ത് പറയുന്നത്. തുടർന്ന് നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കും. നമ്മുടെ ശരീരം, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴേ നമുക്ക് ശരീരമുണ്ട്, അതിലാണ് ആത്മാവ് വസിക്കുന്നത്, അതിനകത്ത് മനസ്സുമുണ്ട്. ഈ ശരീരം കൊണ്ട് നമ്മൾ കർത്താവിനെ മഹത്വപ്പെടുത്തണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യർ 10:31 ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും നാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുവീൻ. കൊലോസ്യർ 3:17 ഇത് തന്നെ പറയും, എന്ത് ചെയ്താലും ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുക. വാട്ട് എവർ യു ഡു. എല്ലാവരെയും പൂർണ്ണസമയ സുവിശേഷ വേലയ്ക്ക് വിളിച്ചിട്ടില്ല. എന്നാൽ നമ്മളെ ആക്കിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം പ്രൊഫഷണലായാലും അല്ലാതെ ഫീൽഡിലുള്ള വർക്കായാലും അല്ലെങ്കിൽ കൃഷിപ്പണിയായാലും വ്യവസായമായാലും വാട്ട് എവർ മേ ബി, ബിസിനസ് ആയാലും എന്തായാലും ആ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൂടി ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടേണ്ട ഏറ്റവും ആവശ്യമാണ്. നമ്മളെ എന്തിനാണ് കർത്താവ് നമ്മളെ രക്ഷിച്ചത്? നമ്മളെ രക്ഷിച്ചത് കർത്താവ് സൽപ്രവൃത്തിക്ക് വേണ്ടിയാണ്. കാരണം നമ്മുടെ പ്രവൃത്തി കണ്ട് മറ്റുള്ളവർ കർത്താവിനെ അറിയണം, അതിനു വേണ്ടിയാണ്. വി ആർ ക്രിയേറ്റഡ് ഇൻ ക്രൈസ്റ്റ് ഫോർ ഗുഡ് വർക്ക്സ്. സൽപ്രവൃത്തിക്കായിട്ടാണ്. ഒരുപാട് വാക്യങ്ങളുണ്ട്. ഞാൻ ചുരുക്കമായി ചില വാക്യങ്ങൾ നിങ്ങൾ ഇത് ശ്രദ്ധിച്ച് നോട്ടൊക്കെ എഴുതുന്നവർക്കാണെങ്കിൽ, അല്ലെങ്കിൽ അത് പിന്നെ നിങ്ങൾ നോട്ട് എഴുതാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിർത്തി നിങ്ങളത് എഴുതി പോകണം. എങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് പിന്നെ സമയം കിട്ടുമ്പോൾ അത് പഠിക്കാം. എഫേസ്യർ 2:10 വി ആർ റീക്രിയേറ്റഡ് ഇൻ ക്രൈസ്റ്റ്. നമ്മളെ പുനർജനന, നമ്മളെ വീണ്ടും കർത്താവിൽ നമ്മളെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. എന്തിനാണ്? സൽപ്രവർത്തിക്ക് വേണ്ടി, സൽപ്രവർത്തിക്കായിട്ട് നമ്മളെ ആക്കിയിരിക്കുന്നു. ഇനിയും തീത്തോസിൻ്റെ ലേഖനം എടുത്തു കഴിഞ്ഞാൽ ഒരുപാടിടത്ത് സൽപ്രവൃത്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. തീത്തോസ് 2:14 സൽപ്രവൃത്തികൾക്കുള്ള ശുഷ്കാന്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. 2:7 സൽപ്രവൃത്തികളുള്ള മാതൃകയെക്കുറിച്ച് പറയുന്നുണ്ട്. തീത്തോസ് 3:8 സൽപ്രവൃത്തികളുള്ള ഉത്സാഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. തീത്തോസ് 3:14 സൽപ്രവൃത്തികൾ മുമ്പരാകുക എന്ന് പറയുന്നുണ്ട്. 1 തിമോത്തിയോസ് 2:10 സൽപ്രവർത്തികൾ അലങ്കരിക്കുന്നവർ, സ്ത്രീകളെക്കുറിച്ച് പറയുമ്പോഴാണ് സൽപ്രവർത്തികൾ അലങ്കരിക്കുന്നവരെന്ന് പറയുന്നുണ്ട്. 1 തിമോത്തിയോസ് 5:10 സൽപ്രവൃത്തി ചെയ്തു പോരുക എന്ന് പറയുന്നു. 1 തിമോത്തിയോസ് 6:17-18 ധനവാന്മാരെ കുറിച്ച് പറയുന്നതാണ് സൽപ്രവൃത്തികൾ സമ്പന്നരാകുക എന്ന് പറയുന്നു. 2 തിമോത്തി 3:16-17 സൽപ്രവൃത്തികൾക്ക് വക പ്രാപിക്കാൻ പറയുന്നു. ഇതെല്ലാം തന്നെ ബൈബിളിലുള്ള പല റെഫറൻസാണ്. നമ്മളെ കർത്താവ് രക്ഷിച്ചിരിക്കുന്നത് സൽപ്രവൃത്തികൾക്ക് വേണ്ടിയാണ്. എഫേസ്യർ 2:10 വർക്ക്മാൻഷിപ്പ് എന്നുള്ള രീതിയിൽ അത്
ചിത്രീകരിച്ചിരിക്കുന്നത് കാണാം. അതിനകത്ത് ഗ്രീക്കിലെ പൊയ്മ എന്നുള്ളൊരു വേർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അന്നേരം ഈ പൊയ്മ എന്ന് പറയുന്ന പൊയട്രി എന്നുള്ള വാക്ക് അതിൽ നിന്ന് വന്നതാണ്. എന്തിനാണത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്, അവൻ്റെ കൈവിരുതായി നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് സൽപ്രവർത്തികൾക്ക് വേണ്ടിയാണ്. മത്തായി 5:16 അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് സ്വർഗസ്നായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവിടെ മേൽ പ്രകാശിക്കട്ടെ. ഇവിടെ യുവർ ഗുഡ് വർക്ക്സ്, നിങ്ങളുടെ നല്ല പ്രവൃത്തി, സൽപ്രവൃത്തി, ഈ സൽപ്രവൃത്തി നിങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ട് നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവിടെ മേൽ പ്രകാശിക്കട്ടെ. 2 കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് ആ വാക്യത്തിൽ. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം. ഒന്ന്, സൽപ്രവൃത്തികളുടെ കാരണം എന്താണ്? വെളിച്ചമാണ്. ആ വെളിച്ചം എന്താണ് ചെയ്യേണ്ടത്? മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കണം. യേശു പറഞ്ഞാണ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലുള്ള തണ്ടിന്മേൽ അത്രേ വെക്കേണ്ടത്. അന്നേരം അത് മറ്റുള്ളവർക്ക് എല്ലാവർക്കും പ്രകാശം കൊടുക്കുന്നു. ഈ പ്രകാശം എന്ന് പറയുന്ന, വെളിച്ചം എന്ന് പറയുന്ന സൽപ്രവർത്തികളുമായിട്ട് ലിങ്ക്ഡാണ്. കാരണം ഈ വെളിച്ചം നിങ്ങൾ വരുമ്പോഴാണ് അതിൽ കൂടി സൽപ്രവർത്തികൾ ഉണ്ടാകുന്നത്. ഇരുട്ടെന്ന് പറയുന്നത് പാപത്തിൻ്റെ ഇതാണ്, പാപത്തിൻ്റെ ഒരു പ്രവർത്തനമായിട്ട് വേണമെങ്കിൽ ചിന്തിക്കാം ഇരുട്ടെന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ വെളിച്ചം നമ്മളിലേക്ക് വരേണ്ട ഏറ്റവും ആവശ്യമാണ് ഈ ദിവസങ്ങളിൽ. അതുകൊണ്ട് ഈ വെളിച്ചത്തിൻ്റെ മക്കളായിട്ടാണ് നമ്മൾ ജീവിക്കാനായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. വീണ്ടും നമ്മൾക്ക് 2 കൊരിന്ത്യർ 5:10 തിരിച്ചു വരാം. അതാണ് നമ്മുടെ ഒരു കുറിവാക്യമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. വീണ്ടും അവനവൻ ശരീരത്തിൽ ചെയ്യുന്നത് നല്ലതായാലും തീയതായാലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടത് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പ് വെളിപ്പെടേണ്ടതാണ്. ഇതുപോലെ തന്നെ ഇതിനോട് ചേർന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്, ഇതിനകത്ത് പ്രത്യേകിച്ച് പൗലോസ് പറയുന്നൊരു വാക്യം, നാം എല്ലാവരും, പൗലോസും കൂടെ കൂട്ടിയുള്ള ഒരു കാര്യമാണ്. ദൈവമക്കളും പൗലോസും എല്ലാവരും ഈ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടതാണ്. റോമർ 14:12 കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു ദിവസമുണ്ട് എന്ന് പറയുന്നു. ഇവിടെ നല്ലതും തീയതും എന്ന് പറഞ്ഞ 2 വേർഡ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. നല്ലതും തീയതും, നല്ലതാകലും തീയതാകലും. നല്ലതെന്ന് പറഞ്ഞാൽ ഗുഡ് എന്നുള്ളതാണ്, തീയതെന്ന് പറഞ്ഞാൽ ബാഡ്. എന്നാൽ ഇത് നമ്മൾ കുറച്ചുകൂടി ഇതിൻ്റെ ബേസിക്കായിട്ട് ഇതിൻ്റെ മൂല ഭാഷയിൽ ചെന്ന് നമ്മൾ ഗ്രീക്കിൽ അനലൈസ് ചെയ്താൽ അഗത്തോസ് എന്ന് പറഞ്ഞൊരു വേർഡാണ് നല്ലത് എന്ന് പറയുന്നൊരു വേർഡ് യൂസ് ചെയ്തിരിക്കുന്നത്. അഗത്തോസ് എന്ന് പറഞ്ഞാൽ പ്രയോജനമുള്ളത് എന്നുള്ള മീനിങ് ആണ്. മറ്റേതിന് ഫോളോസ് എന്ന് പറഞ്ഞാൽ PHALAUS, ഫോളോസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ യൂസ്ലെസ് എന്നുള്ളതാണ്. അന്നേരം യൂസ്ലെസ് മീൻസ് അവൻ്റെ പ്രവൃത്തി കൊള്ളത്തില്ല. ഇവിടെ ചെക്ക് ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. 2 കൊരിന്ത്യർ 5:10 ചെക്ക് ചെയ്യുന്നത്, ഇവിടെ പാപമല്ല ചെക്ക് ചെയ്യുന്നത്, പാപമെല്ലാം തന്നെ അഗാധത്തിൽ എറിഞ്ഞു കളഞ്ഞു. നമ്മൾ മനസ്സിലാക്കണം, വിശ്വാസികളുടെ പാപം പിന്നെ ഓർക്കുകയുമില്ല. നമ്മളത് ആദ്യം പഠിച്ച എപ്പിസോഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാമായിരിക്കും. നമ്മുടെ ആ സിന്നർ, പാസ്റ്റ് ജഡ്ജ്മെൻ്റ്, ആ സിന്നറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ ഈ പാപമൊന്നും ഇനിയും കർത്താവ് ഓർക്കുകയില്ല, അത് എന്നേക്കുമായിട്ട് തള്ളിക്കളഞ്ഞു, അതിനി ഓർക്കുകയില്ല. അതിനുവേണ്ടിയാണ് കർത്താവ് കാൽവറി ക്രൂശിൽ മരിച്ചത്. എന്നാൽ നമ്മുടെ പ്രവൃത്തി യൂസ്ഫുൾ ആണോ യൂസ്ലെസ് ആണോ എന്നാണ് വിനിയോഗിക്കുന്നത്. എന്നിട്ട് ഈ വാക്യം നമ്മൾ പഠിക്കുമ്പോഴേ ആംപ്ലിഫൈഡ് ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്ന ഈ വാക്യത്തിൻ്റെ ഇംഗ്ലീഷിൽ ഉള്ള പരിഭാഷയിൽ ഞാനത് വായിച്ച് കേൾപ്പിക്കാം. ഈച്ച് വിൽ ബി ഹെൽഡ് റെസ്പോൺസിബിൾ ഫോർ ഹിസ് ആക്ഷൻ, പർപ്പസസ്, goals, motives, the use or misuse of his time, opportunities and abilities. നല്ല ക്ലിയറായിട്ട് അതിൽ പറയുന്നുണ്ട്. നമ്മളെ എല്ലാവരും റെസ്പോൺസിബിളാണ്, ഉത്തരവാദിത്തമാണ്. എന്തിനാണ്? നമ്മുടെ ആക്ഷൻ എന്താണ്, നമ്മുടെ പ്രവർത്തനം ഏത് രീതിയിലാണ്, അതിൻ്റെ ഉദ്ദേശം എന്താണ്, അതിൻ്റെ പർപ്പസ് എന്താണ്, അതിൻ്റെ ലക്ഷ്യം എന്താണ്, ഗോൾസ് എന്താണ്, അതിൻ്റെ ഹൃദയത്തിലുള്ള മോട്ടീവ്സ് എന്താണ്, അതിൻ്റെ ടൈം, നിങ്ങൾ മിസ്യൂസ് ഓഫ് ടൈം, ഏത് രീതിയിൽ നിങ്ങളുടെ സമയം വിനിയോഗിക്കുന്നു, അതിൻ്റെ നിങ്ങൾ ഓപ്പർച്യൂണിറ്റീസ്, എബിലിറ്റീസ്, ഇതെല്ലാം വിശകലനം ചെയ്യുന്ന ഒരു ന്യായവിധിയാണ് ക്രിസ്തുവിൻ്റെ ന്യായാസനം. അന്ത്യന്യായവിധി 2:10 പറയുന്ന അന്ത്യന്യായവിധിയിൽ പറയുന്നു. പോൾ വാസ് നെവർ അഫ്രൈഡ് ഓഫ് ഹിസ് സാൽവേഷൻ. പൗലോസ് ഒരിക്കലും തൻ്റെ സാൽവേഷനെ കുറിച്ച് ഒരിക്കലും തന്നെ
പൗലോസ് പേടിച്ചിരുന്നില്ല. കാരണം ദൈവത്തിൽ സുസ്ഥിരമാണ് അത്. 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിൻ്റെ 26-27 വാക്യത്തിൽ 27-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളാരത്തിനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിച്ച് അടിമയാക്കുകയാണ് ചെയ്യുന്നത്. അതിനകത്ത് എഴുതിക്കുന്നത് ഐ മൈസെൽഫ് ഷുഡ് ബി എ കാസ്റ്റ് അവേ. ഐ മൈസെൽഫ് ഷുഡ് ബി എ കാസ്റ്റ് അവേ. ഞാൻ ഒരിക്കലും കൊള്ളരുതാത്തവനായി തീരരുത്, എറിഞ്ഞു കളയുന്നവരായി തീരരുത്. കൊല്ലന്മാരുടെ ആലയിലെ ചെറിയ അടർന്ന് വീഴുന്ന ഇരുമ്പ് കഷ്ണങ്ങൾ കാണും, ചെറിയ ചെറിയ കഷ്ണങ്ങൾ, വലിയ കഷ്ണങ്ങളല്ല. അതിന് സാധാരണ പറയുന്ന അത് ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് അതൊരു കാസ്റ്റവേ ആണ്, യൂസ്ലെസ് ആണ്. ഇറ്റ് ഈസ് എ കാസ്റ്റവേ. അതുകൊണ്ട് അങ്ങനെയായി തീരരുതേ എന്നുള്ളതാണ് പൗലോസ് ഇവിടെ പറയുന്നത്. എന്നാൽ വെളിപ്പാട് പുസ്തകം നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയാണ് ഐ വിൽ ഗീവ് മോർണിംഗ് സ്റ്റാർ ഹിം ടു റൂൾ ദ എർത്ത്. ജയിക്കുന്നവന് ഞാൻ ഉദയനക്ഷത്രം കൊടുക്കും എന്ന് യേശുക്രിസ്തു പറയുന്നു. അതിന് പൗലോസ് ഇവിടെ പറയുന്നത് ഞാൻ ഒരിക്കലും എറിഞ്ഞു കളയപ്പെട്ടവനാകരുത് എന്ന്. ഐ മൈസെൽഫ് ഷുഡ് ബി എ കാസ്റ്റവേ, അൺപ്രോഫിറ്റബിൾ ആകരുത് എന്ന് നമ്മൾ ചിന്തിക്കുക. റോമർക്കെഴുതിയ 3-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങളെ പാപികളെക്കുറിച്ച് പറയുന്നുണ്ട്. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്ന എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു, നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. ഇവിടെ പാപികളെക്കുറിച്ച് പറയുന്ന ദേ ആർ അൺപ്രോഫിറ്റബിൾ. ചീഞ്ഞുപോയ പച്ചക്കറി പോലെ അവരെ എടുത്തു കളയാനായിട്ടല്ലാതെ ദൈവത്തിനൊന്നും പിന്നെ പറ്റുകയില്ല. അതുകൊണ്ട് ഇവിടെ പൗലോസ് പറയുന്നത് അതുകൊണ്ട് ഞാനും ആ രീതിയിലായി പോകരുത്, കാസ്റ്റവേ ആകരുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് 1 കൊരിന്ത്യർ 9:20 പറയുന്ന ഐ ഡിസിപ്ലിൻ മൈ ബോഡി, എൻ്റെ ശരീരത്തെ ഞാൻ ശിക്ഷണത്തിലെ യോഗ്യമാക്കി എടുക്കുന്നു. 2 കൊരിന്ത്യർ 10:5 ഐ ഡിസിപ്ലിൻ മൈ തോട്ട്സ് ആൻഡ് മൈൻഡ്സ്, എൻ്റെ ചിന്തകളെയും അതുപോലെ എൻ്റെ വിചാരങ്ങളെയും ഞാൻ അടിമപ്പെടുത്തുന്നു. ഇതൊക്കെ പ്രധാനപ്പെട്ട വാക്യങ്ങളാണ്. ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. 2 കൊരിന്ത്യർ 10:5 ഇങ്ങനെയാണ്: അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവപരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോട് അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി. പൗലോസ് സെൽഫായിട്ട് ചെയ്യുന്ന കാര്യമാണ്. ബോഡിയെ മാത്രമല്ല ഡിസിപ്ലിൻ ചെയ്യുന്നത്, എൻ്റെ ചിന്തകളെയും എൻ്റെ വിചാരത്തെയും കർത്താവിന് വേണ്ടിയുള്ള അനുസരണത്തിന് വേണ്ടി പിടിച്ചടക്കിയതായിട്ട് പറയുന്നു. 2 കൊരിന്ത്യർ 5:11 ആകയാൽ കർത്താവിനെ ഭയപ്പെടണമെന്ന് അറിഞ്ഞ് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു, എന്നാൽ ദൈവത്തിന് ഞങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ മനസ്സാക്ഷികളും വെളിപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ ആശിക്കുന്നു. അത് ഇങ്ങനെയാണ്: ആകയാൽ കർത്താവിനെ ഭയപ്പെടണം, നോയിങ് ദെയർഫോർ ദ ടെറർ ഓഫ് ദ ലോർഡ്. അങ്ങനെയാണ് ആ വേർഡ് യൂസ് ചെയ്യുന്നത്. ദെയർഫോർ ദ ഭയങ്കരത്വം മനസ്സിലാക്കി. കർത്താവ് കണക്ക് പറയുമ്പോൾ 2 കൊരിന്ത്യർ 5:10 നേരത്തെ നമ്മൾ വായിച്ചാണ്, 11 ഇപ്പം പറഞ്ഞത്. കർത്താവ് കണക്ക് പറയുമ്പോൾ അവനൊരു ന്യായാധിപതിയായിരിക്കുന്നു. അവൻ്റെ ഭയങ്കരത്വം മനസ്സിലാക്കി ഞാൻ എത്ര കണ്ട് എന്നെ തന്നെ ഡിസിപ്ലിൻ ചെയ്യണം എന്ന് പൗലോസ് ഇവിടെ പറയുകയാണ്. പത്രോസിൻ്റെ ഒരു ലേഖനത്തിൽ നിന്നുള്ള ഒരു ചിന്തയാണെങ്കിൽ 1 പത്രോസ് 4:17-18 പറയുന്നത്: ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ, അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അഭക്തൻ്റെയും പാപിയുടെയും ഗതി എന്താകും? നീതിമാൻ്റെ ന്യായവിധി പ്രയാസേനയാണ്. നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നു എങ്കിൽ പാപികളുടെ ഗതി എന്താകും എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ നീതിമാൻ രക്ഷ പ്രാപിക്കുന്നതും പ്രയാസേന എന്ന് പറഞ്ഞാൽ യൂസ്ലെസ് ആയിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൽ നിന്നുള്ള റിവാർഡ് ഒന്നും ഉണ്ടാവുകയില്ല എന്നാണ് പറയുന്നത്, മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് വിശുദ്ധന്മാർ ലജ്ജിച്ചു പോകും എന്ന് പറയുന്നത്. 1 യോഹന്നാൻ 2:28 ഇനിയും കുഞ്ഞുങ്ങളെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവൻ്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടത് നമ്മിൽ വസിപ്പീൻ. വിശുദ്ധന്മാർ ലജ്ജിച്ചു പോകും അവൻ്റെ പ്രത്യക്ഷതയിൽ. അങ്ങനെ ഉണ്ടാകരുത് എന്നുള്ളത്. അതുകൊണ്ടാണ് നീതിമാന്റെ ന്യായവിധി പ്രയാസേനെ എന്ന് പറയുന്നത്. ലജ്ജിച്ചു പോകുന്ന നീതിമാൻ എന്താണ് ചെയ്യേണ്ടത്? സങ്കീർത്തനം 119:4 വാക്യത്തിൽ
നിന്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് നീ അവയെ കൽപ്പിച്ചു തന്നിരിക്കുന്നു. 6-ാം വാക്യത്തിൽ നിന്റെ സകല കൽപ്പനകളെയും സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകുകയില്ല. അതുകൊണ്ട് അവൻ്റെ കൽപ്പനകളെ സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകുകയില്ല. അവൻ്റെ കൽപ്പനകളെ ആചരിക്കുക, ദൈവം പറഞ്ഞ് അനുസരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ലജ്ജിച്ചു പോകുകയില്ല. വീണ്ടും ലജ്ജിച്ചു പോകുന്നതിൻ്റെ വേറൊരു എക്സാമ്പിൾ പറയാം. 2 തിമോത്തിയോസ് 2:14-15 വാക്യം. കേൾക്കുന്നവരെ മറിച്ച് കളയുന്നതല്ലാതെ ഒന്നിനും കൊള്ളാത്ത വാഗ്വാദം ചെയ്യാതിരിക്കേണ്ടതിന് കർത്താവിനെ സാക്ഷിയാക്കി അവരെ ഓർമ്മപ്പെടുത്തുക. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നതിനായി നിൽപ്പാൻ. റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ഗോഡ്, നോട്ട് ടു ബി അഷെയിംഡ്. അതാണ് പറയുന്നത്, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുക. നീഡ് നോട്ട് ബി അഷെയിംഡ്. അങ്ങനെയുള്ളവർ ഒരിക്കലും ലജ്ജ പ്രാപിക്കുകയില്ല എന്നുള്ള ഒരു ചിന്തയാണ്. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ സമയം ഇവിടെ അവസാനിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഇതിനെ തുടർന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ഇന്ന് ചിന്തിച്ചത് നല്ലതായാലും തീയതായാലും അതിനുവേണ്ടി നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലെ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് എന്നുള്ള ഒരു ചിന്തയാണ് നമ്മളിന്ന് ചിന്തിച്ചത്. അതായത് എങ്ങനെയാണ് ലജ്ജിതരായി തീരുന്നത് എന്നുള്ള ചില ചിന്ത എന്നോട് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? വി ഷുഡ് ഡിസിപ്ലിൻ അവർ ബോഡി. നമ്മുടെ ശരീരത്തെ ഡിസിപ്ലിൻ ചെയ്യണം. നമ്മുടെ ചിന്തകളെ, വിചാരങ്ങളെ നമ്മൾ ഡിസിപ്ലിൻ ചെയ്യണം. അതുപോലെ തന്നെ നീതിമാൻ്റെ ന്യായവിധി പ്രയാസേന ആയിരിക്കുന്നതുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി ജീവിക്കണം. വിശുദ്ധന്മാർ, കർത്താവിൻ്റെ വരവിൽ വിശുദ്ധന്മാർ ലജ്ജിച്ചു പോകാതിരിക്കാൻ അവൻ്റെ പ്രമാണങ്ങളെ ആചരിച്ച് കർത്താവിൻ്റെ ശുശ്രൂഷയിൽ വ്യാപൃതരായിരിക്കുന്നവർ അവൻ്റെ വചനങ്ങളെ റൈറ്റായിട്ട് ശരിയായിട്ട് തന്നെ പകർന്നു കൊടുക്കുന്നവരായിരിക്കണം എന്നുള്ള ചിന്തകളാണ് നമ്മൾ പറഞ്ഞത്. ഇതെന്താ ഇത് പറയാനുള്ള കാര്യം? നമ്മളെ ആ രീതിയിൽ ആസ് എ സെർവൻറ്റ്, ദൈവത്തിൻ്റെ വേല ചെയ്യുന്നവർ എന്നുള്ള രീതിയിലും ദൈവം നമ്മൾക്ക് പ്രതിഫലം തരും. ആ പ്രതിഫലം തരുന്നത് ഇങ്ങനെയാണ് തരുന്നതെന്നുള്ള ഒരു ചിന്ത നമ്മളെ ഈ ദിവസങ്ങളിൽ ഭരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സമയമായിട്ട് എടുക്കുക. തുടർന്നും ഇതിനെക്കുറിച്ച്, നമ്മളെ പ്രതിഫലത്തെക്കുറിച്ചും ഈ പ്രതിഫലം ഏത് രീതിയിലാണ് ദൈവം ടെസ്റ്റ് ചെയ്യുന്നതും എല്ലാം നമ്മളിനി ചിന്തിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഇന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വചനം കർത്താവെ എത്ര നല്ലതാവുന്നു. അത് ഞങ്ങളുടെ ഹൃദയങ്ങൾ സംഗ്രഹിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിലെ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ എത്ര ഞങ്ങളെ സഹായിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, ഞങ്ങളെ ഈ ജഡത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതായാലും തീയതായാലും അതൊക്കെയും അവൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ ഞങ്ങൾ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണെന്നുള്ള ചിന്ത ഞങ്ങളെ ഭരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ ന്യായാസനം എന്ന് പറയുന്നത്, നിൻ്റെ ന്യായവിധി എന്ന് പറയുന്നത് അതൊരു ടെറർ പോലെയാണ് കർത്താവെ. ഭയത്തോടുകൂടി അതിനെ വീക്ഷിക്കേണ്ട ആവശ്യമുണ്ടല്ലോ കർത്താവെ. അതിനാൽ ഞങ്ങൾ സൂക്ഷ്മതയോട് ജീവിക്കുന്നവരായിരിക്കാനായിട്ട് ഈ ദിവസങ്ങൾ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില വ്യക്തികളെ ഇന്ന് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കണ്ണിൻ്റെ കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട് ചില നെർവ്സ് വർക്ക് ചെയ്യാതെ അതിലേക്ക് ചില തടസ്സങ്ങൾ വന്നിട്ട് വേദനയും ഒക്കെ ആയിട്ടിരിക്കുന്ന ചില ആളുകളെ ദൈവം കാണിച്ചു തരുന്നു. അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുമോ? മാതാപിതാക്കളായാലും ആരായാലും എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ ഇന്ന് അവർക്ക് വലിയൊരു വിടുതൽ വരും. ദൈവം വലിയൊരു വിടുതൽ കൊടുക്കും. ആ വെയിനിലുള്ള ബ്ലോക്കൊക്കെ യേശുവിൻ്റെ നാമത്തിൽ തുറന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യഫത എന്നർത്ഥം തുറന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് കർത്താവെ, ചില ടെസ്റ്റുകളൊക്കെ ചെയ്ത് മരുന്നുകളൊക്കെ ഒഴിച്ചുകൊണ്ടിരിക്കുന്ന, കണ്ണിൻ്റെ പ്രയാസങ്ങളിലെ മരുന്നുകളൊക്കെ ഒഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് കാഴ്ചശക്തി പൂർണ്ണമായിട്ട് തിരിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓപ്പറേഷൻ വേണമെന്ന് പറയുന്നത് തൽക്കാലം നിർത്തിവെച്ച് ദൈവത്തിൻ്റെ വലിയൊരു ക്രിയേറ്റീവ് മിറക്കിൾ അവരുടെ ജീവിതത്തിൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട തലവേദനയും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രയാസങ്ങളിലിരിക്കുന്ന എല്ലാവരെയും അതിൽ നിന്ന് വിടുവിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരിയായിട്ടുള്ള കാഴ്ചശക്തി അവർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇത് വാച്ച് ചെയ്യണം. ഈ കർത്താവിൻ്റെ ന്യായാസനത്തിലുള്ള വിവിധ ചിന്തകളാണ്. അത് നമുക്കെല്ലാം പ്രയോജനം ചെയ്യും. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ കമൻറ്റ്സ് എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ ഇടണം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.